ഭൂമിദേവിക്കെല്ലാം അറിയാം, നമ്മുടെ പാദങ്ങൾ സ്പർശിക്കുന്ന മണ്ണിലെ ഓരോ തരിയും മനുഷ്യഹൃദയത്തിലെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുന്നു. ഹൃദയത്തിലെ നന്മയുടെ വെളിച്ചവും അത്യാഗ്രഹം പരത്തുന്ന കറുത്ത നിഴലും ഒരുപോലെ ആ മാതാവ് അറിയുന്നു. ഒരിക്കൽ പ്രതാപിയായ ഒരു രാജാവ് തന്റെ കൊട്ടാരക്കെട്ടുകൾ വിട്ട് വൈകുന്നേരം ഗ്രാമവീഥികളിലൂടെ നടക്കാനിറങ്ങി. പകലോൺ ചക്രവാളത്തിൽ മറയാൻ തുടങ്ങുമ്പോഴും രാജാവ് ഒരു കർഷകന്റെ പാടത്തെത്തി. അവിടെ ഏകയായി ജോലി ചെയ്യുന്ന പ്രായമായ ഒരു മാതാവിനെ അദ്ദേഹം കണ്ടു. ക്ഷീണം തോന്നി തുടങ്ങിയ രാജാവ് അവരോട് ചോദിച്ചു, മാതേ, ദാഹം സഹിക്കാൻ വയ്യ, അല്പം കുടിക്കാൻ എന്തെങ്കിലും തരാമോ? ആ വൃദ്ധ പുഞ്ചിരിച്ചു. ക്ഷീണിച്ചു വരുന്നവർക്ക് വെറും പച്ചവെള്ളം നൽകുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ച അവർ പാടത്തു നിന്ന് ആരും കൊതിക്കുന്ന ഒരു കരിമ്പ് ഒടിച്ചെടുത്തു. സ്നേഹത്തോടെ അത് പിഴിഞ്ഞ് ഒരു ഗ്ലാസ് നിറയെ നീര് രാജാവിന് നൽകി. ആ മധുരം അമൃതുപോലെ രാജാവിന്റെ ഉള്ളു തണുപ്പിച്ചു. അത്ഭുതത്തോടെ രാജാവ് ചോദിച്ചു, മാതേ, ഇത്ര മധുരമുള്ള കരിമ്പ് വളരുന്ന ഈ മണ്ണിന് നിങ്ങൾ എത്രയാണ് രാജാവിന് നികുതി നൽകുന്നത്? പുത്ര, ഞങ്ങളുടെ രാജാവ് ധർമ്മനിഷ്ഠനാണ്. അവർ പറഞ്ഞു, ഇത്രയും വലിയ പാടത്തിന് വർഷത്തിൽ ഒരു വെള്ളി നാണയം മാത്രമാണ് അദ്ദേഹം വാങ്ങുന്നത്. ആ വാക്കുകൾ കേട്ടതും രാജാവിന്റെ ഉള്ളിൽ അഹങ്കാരത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും വിത്ത് മുളച്ചു. ഇത്രയും വിളവുള്ള മണ്ണിൽ നിന്ന് ഇത്ര കുറഞ്ഞ നികുതിയോ? ഞാൻ തിരിച്ച് കൊട്ടാരത്തിൽ എത്തിയാലുടൻ ഇവിടുത്തെ നികുതി തീർച്ചയായും വർദ്ധിപ്പിക്കും, അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. കുറച്ചുനേരം വിശ്രമിച്ച ശേഷം യാത്ര തിരിക്കും മുമ്പ് രാജാവ് ഒരിക്കൽ കൂടി കരിമ്പിൻ നീര് ചോദിച്ചു. വൃദ്ധ വീണ്ടും കരിമ്പൊടിച്ചു. പക്ഷേ ഇത്തവണ കരിമ്പ് കല്ലുപോലെ ഉറച്ചതായിരുന്നു. ഒരു തുള്ളി നീര് പോലും കിട്ടാൻ പാടുപെട്ട അവർ 4-5 കരിമ്പുകൾ ഒടിച്ചിട്ടും ഒരു പാത്രം തികയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. വിസ്മയത്തോടെ രാജാവ് ചോദിച്ചു, മാതേ, ഇതെന്താണ് ഇങ്ങനെ? നേരത്തെ ഒരു കരിമ്പിൽ നിന്ന് ഒരു പാത്രം നിറഞ്ഞല്ലോ, ഇപ്പോൾ എന്താണ് ഈ മണ്ണിലെ മധുരം വറ്റിപ്പോയത്? ആ വൃദ്ധ ആകാശത്തേക്കും പിന്നെ മണ്ണിലേക്കും നോക്കി നെടുവീർപ്പിട്ടു. പുത്ര, ഭൂമിദേവി എല്ലാം കാണുന്നുണ്ട്. ഭരണാധികാരിയുടെ മനസ്സിൽ ജനങ്ങളോടുള്ള സ്നേഹത്തിന് പകരം അത്യാഗ്രഹം നിറയുമ്പോൾ, അവന്റെ ലക്ഷ്യം ചൂഷണമാകുമ്പോൾ ഈ ഭൂമിയിലെ മധുരവും സമൃദ്ധിയും ഭൂമിദേവി പിൻവലിക്കും. രാജാവിന്റെ ഉള്ളിലെ കയ്പാണ് ഈ കരിമ്പിൽ ഇപ്പോൾ തെളിയുന്നത്. ആ വാക്കുകൾ ഒരു മിന്നൽ പോലെ രാജാവിന്റെ ഹൃദയത്തിൽ തറച്ചു. തന്റെ മനസ്സിലെ ഇരുട്ട് ഭൂമിദേവി തിരിച്ചറിഞ്ഞുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ നിമിഷം തന്നെ തന്റെ തെറ്റായ തീരുമാനം അദ്ദേഹം ഉപേക്ഷിച്ചു. ജനങ്ങളെ സേവിക്കുന്നതിലാണ് ഒരു രാജാവിന്റെ വിജയമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ആ മണ്ണിൽ വെച്ചായിരുന്നു. പെട്ടെന്ന് രാജാവ് വിസ്മയത്തോടെ നോക്കി നിൽക്കെ ആ വൃദ്ധയുടെ രൂപം മാറാൻ തുടങ്ങി. അത്ഭുതകരമായ ആ പ്രകാശവലയത്തിൽ സാക്ഷാൽ ഭൂമിദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ നിമിഷം രാജാവ് തിരിച്ചറിഞ്ഞു, തന്റെ മുന്നിൽ നിന്നത് വെറുമൊരു കർഷക സ്ത്രീയല്ല, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ മാതാവായിരുന്നു. ഭൂമിദേവി ശാന്തമായി പറഞ്ഞു, പുത്ര, നിന്റെ ഉള്ളിൽ ഒരു നിമിഷം ഉദിച്ച ആ ചെറിയ അത്യാഗ്രഹം പോലും ഈ മണ്ണിന്റെ അമൃതിനെ വറ്റിച്ചു കളഞ്ഞു. ഒരു ഭരണാധികാരിയുടെ ചിന്തകൾക്ക് അത്രമേൽ ശക്തിയുണ്ട്. ദേവിയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. താൻ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മാതേ, ജനങ്ങളെ സേവിക്കുന്നതാണ് എന്റെ വലിയ പുണ്യമെന്ന് ഞാൻ ഇന്ന് പഠിച്ചു. ഇനി ഒരിക്കലും എന്റെ മനസ്സിൽ സ്വാർത്ഥതയുണ്ടാവില്ല. ഭൂമിദേവിയുടെ അനുഗ്രഹത്താൽ ആ കരിമ്പിൻ തോട്ടം വീണ്ടും മധുരം കൊണ്ട് നിറഞ്ഞു. തന്റെ അധികാരം ജനങ്ങളുടെ നന്മയ്ക്കായി മാറ്റിവെച്ച ആ രാജാവിന്റെ കീഴിൽ ആ രാജ്യം പിന്നീട് എന്നത്തെക്കാളും സമൃദ്ധിയിലേക്ക് വളരാൻ തുടങ്ങി. ഭൂമിദേവിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. രാധേ രാധേ.